കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡിയുടെ സമൻസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇഡി സമൻസ് നൽകിയിരിക്കുന്നത്. വിഷ്ണു സുരേഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം? വിഷ്ണു, ഉന്മേഷ്, ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി സമൻസ് അയച്ചത്. പക്ഷേ കെ രാധാകൃഷ്ണൻ പാർലമെന്റ് നടക്കുന്നതിനാൽ ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് ഈ സമൻസ് കൈപ്പറ്റാനായിരുന്നില്ല. ഇനി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകും. സമൻസ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് സ്ഥിരീകരണമായി ലഭിച്ചിട്ടുള്ളത്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ ഇടപാട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അവസാനവട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപാണ് കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യമാണ്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് എം കെ കണ്ണൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. ചില പി കെ ബിജു അടക്കമുള്ള ആളുകളുടെ പേരുകൾ ഇതിനകത്തേക്ക് വരികയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. തട്ടിപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് നിലവിൽ ചോദ്യം ചെയ്യുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചത്. ഒരു പക്ഷേ ഈ 2016 മുതലുള്ള കാലയളവാണ്. ആ കാലയളവിൽ ഈ CPM-ന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് തൃശ്ശൂരിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കെ രാധാകൃഷ്ണൻ. അതുകൊണ്ട് ഈ തട്ടിപ്പിൽ ഈ CPM നേതാക്കൾക്കൊക്കെ പണം പോയിട്ടുണ്ട് എന്ന് ഇ ഡി നേരത്തെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിയുക. ഏതെങ്കിലും തരത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പണം മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ, അക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നോ? ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു? അതൊക്കെ ചോദിച്ചറിയുകയായിരിക്കും ഒരുപക്ഷെ ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഏറ്റവും അവസാനത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ, അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ചകളൊക്കെ ബാക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ കെ രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ. വിഷ്ണു തുടരുക. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എംപിയുടെ പ്രതികരണം കിട്ടിയിട്ടുണ്ട്. തനിക്ക് സമൻസ് ലഭിച്ച കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. പ്രതികരണത്തിലേക്ക്. എന്താന്ന് അറിയില്ല, ഞാൻ നോട്ടീസ് കണ്ടില്ലേ. പി എ എന്നോട് പറഞ്ഞ വന്നിട്ടുണ്ടല്ലേ? ഞാൻ പാർലമെന്റായിരുന്നു. ഇന്ന് വന്നുള്ളൂ. വന്ന കാര്യം ശരി, നോക്കാം. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സൂരജ്, അത് സമൻസ് ലഭിച്ച കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, തീർച്ചയായും സമൻസ് കിട്ടിയ വിവരം കെ രാധാകൃഷ്ണൻ സ്ഥിരീകരിക്കുകയാണ്. ഇന്നാണ് സമൻസ് ലഭിച്ചത് എന്നുള്ളതാണ് കെ രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച് നമ്മളോട് നടത്തിയിരിക്കുന്ന പ്രതികരണം. തന്റെ കൈവശമല്ല, PAയുടെ കൈവശമാണ് ഈ സമൻസ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി സംസാരിച്ച ശേഷം, ഈ സമൻസ് പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാം എന്നുള്ളതാണ് കെ രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപായി ചില പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടി ഇ ഡി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിൽ ചില നേതാക്കളെ ചോദ്യം ചെയ്യാനുണ്ട്. തൃശ്ശൂരിലെ തന്നെ 2 പ്രമുഖ നേതാക്കളെ അടക്കം പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസിന് സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കെ രാധാകൃഷ്ണൻ എംപിയെ തന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നുള്ളതാണ് ഏറ്റവും ഹൃദയമായിട്ടുള്ള കാര്യം. എന്തായാലും സമൻസ് ലഭിച്ച വിവരം നിലവിൽ കെ രാധാകൃഷ്ണൻ എംപി സ്ഥിരീകരിക്കുകയാണ്. ഇന്നാണ് അദ്ദേഹത്തിന് സമൻസ് ലഭിച്ചത് എന്നുള്ളതാണ് കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്ന ഉന്മേഷ്. സൂരജ് തുടരുക. വിഷ്ണു, ഇപ്പോൾ നേരത്തെ ഈ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി, മുൻ മന്ത്രിയായിരുന്ന വ്യക്തി, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ എത്തിയതാണ്. ഈ കെ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇ ഡിക്ക് വ്യക്തത വരുത്തേണ്ട കാര്യം വിഷ്ണു? ഉമേഷ്, 2016 മുതലുള്ള കാലഘട്ടത്തിൽ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പണം ഇവിടെ നിന്ന് വകമാറ്റി ചെലവഴിക്കപ്പെട്ടത് എന്നുള്ളതെല്ലാമാണ് ഇ ഡിയുടെ പ്രധാനപ്പെട്ട ആരോപണവും കണ്ടെത്തലും. ആ ഒരു പശ്ചാത്തലത്തിൽ ആ കാലഘട്ടത്തിൽ CPM-മായി ബന്ധപ്പെട്ട്, ആ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളെയൊക്കെയാണ് നിലവിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി MK വർഗീസ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്ന് സെക്രട്ടറി ആയിരുന്ന കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബാങ്കിൽ നിന്ന് CPM നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ മാത്രമല്ല, ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. ഈ ബാങ്കിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്, അതായത് CPM-ൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. പല ആളുകളും ഈ ആധാരം, അതായത് ഇല്ലാത്ത ആധാരത്തിൻ്റെ പേരിലൊക്കെ പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതെല്ലാം CPM-ൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നൊരു ആരോപണമൊക്കെ നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ കൂടിയാണ് നിലവിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ഈ തട്ടിപ്പ് നടക്കുന്ന സമയത്ത് ഈ CPM-ന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്, ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ് കെ രാധാകൃഷ്ണൻ. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MK കണ്ണനെയും M വർഗീസിനെയും SC മൊയ്തീനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കൂടി, ഈ CPM-ന്റെ പ്രധാനപ്പെട്ട സമുന്നതനായ നേതാവിനെ കൂടി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിഷ്ണു സുരേഷും സൂരജ് സജ്ജിയുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.